അടുത്ത ലോ നമ്പർ 14 ഫോളോ ഓൺ എന്ന് പറഞ്ഞാണ്. ടെസ്റ്റ് കാണുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ 5 days അല്ലെങ്കിൽ 5 days മാച്ചാണ് വരുന്നത്. 2 innings ഉണ്ടാവും ഒരു ടീമിന്. ദ സൈഡ് വിച്ച് ബാറ്റ്സ് ഫസ്റ്റ് ആൻഡ് ലീഡ്സ് ബൈ അറ്റ്ലീസ്റ്റ് 200 runs shall have the option of requiring the other side to follow their innings. അതായത് ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഒരു ജയമുണ്ട്, ഫോളോ ഓൺ ചെയ്ത് ജയിച്ചു എന്ന് പറഞ്ഞാൽ VVS ലക്ഷ്മണും രാഹുൽ ദ്രാവിഡിൻ്റെ ബാറ്റിംഗ്. VVS ലക്ഷ്മണൻ്റെ 281 കുറേ കാലത്തേക്ക് ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആ കളിയിലെ. അതിനുശേഷം പിന്നെ സേവാഗ് മറ്റേ മുൾട്ടാനിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ച്, അതിന് മുമ്പ് ഒരു 281 കുറേ കാലത്തേക്ക് ഹയസ്റ്റ് സ്കോർ. അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ആ കളിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സ് ഒരു നല്ല ടാർഗറ്റ് വെച്ചു, നല്ലൊരു സ്കോറിലേക്ക് എത്തി. അപ്പോൾ അത് ചേസ് ചെയ്ത് ഇന്ത്യ ചെന്നപ്പോഴത്തേക്ക് ഓൾ ഔട്ടായി പോയി. അപ്പോൾ 200 റണ്ണിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്കോർ. ആ ഒരു സ്കോർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ പറഞ്ഞ ഐതിഹാസികമായിട്ടുള്ളൊരു മത്സരം. അതിൻ്റെ അകത്ത് ഓസ്ട്രേലിയയുടെ ആയിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് ചെയ്തത്. ഫസ്റ്റ് ഇന്നിങ്സിൽ 445 ഓസ്ട്രേലിയ ഓൾ ഔട്ടായത്. അതിൽ സീവാഗ് സെഞ്ചുറി അടിച്ചൊക്കെ കാണാം. ഇതിൻ്റെ അകത്ത് ഹർഭജൻ സിംഗ് 7 വിക്കറ്റൊക്കെ എടുത്തു. എന്നാലും അവർ നല്ലൊരു സ്കോറിലെത്തി. തുടർന്ന് ബാറ്റ് ചെയ്ത ഇന്ത്യ 171 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. അതായത് നമുക്ക് 200 റണ്ണിൽ കൂടുതൽ ചേസ് ചെയ്യാനുണ്ട്. അതിലാണ് ഓൾ ഔട്ട് ആയത്. അത് 445 വേണ്ടിയിരുന്നത്. അപ്പോൾ ഇവർ 171 ഓൾ ഔട്ടായി. അപ്പോൾ എന്തായാലും 200 റണ്ണിൽ കൂടുതൽ ലീഡ് ഉണ്ടല്ലോ ഓസ്ട്രേലിയക്ക്. അപ്പോൾ തുടർന്ന് ഇന്ത്യയോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു പരിപാടിയാണ് ഫോളോ ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ വളരെ അടിപൊളിയായിട്ട് കളി വേറെ റേഞ്ചിലേക്കും കൊണ്ടുപോയി. 657 റണ്ണടിച്ചു. അപ്പോൾ ഓസ്ട്രേലിയയുടെ ലീഡും മറികടന്ന് പിന്നെ 400 റണ്ണ് അങ്ങോട്ട് പോയി. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്തപ്പോൾ 212 ഓൾ ഔട്ടായി. അപ്പോൾ അങ്ങനെ ഇന്ത്യ 171 റണ്ണിന് കളി അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ നമ്മുടെ ലക്ഷ്മണൻ ആയിരുന്നു അതിൻ്റെ അകത്ത് മാൻ ഓഫ് ദ മാച്ച്. പിന്നെ 171 റണ്ണ് വെച്ച് ആ ഒരു പ്ലെയർ ഓഫ് ദ മാച്ച് ആ ഒരു 281 കുറേ കാലത്തേക്ക് റെക്കോർഡായിരുന്നു. അപ്പോൾ ഫോളോ ഓൺ ചെയ്യാന്ന് പറഞ്ഞതാണ്. ഇന്ത്യ കണ്ടിന്യൂസ് ബാറ്റ് ചെയ്തു. ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ഓൾ ഔട്ടായതിന് ശേഷം വീണ്ടും ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ 200 പോലും അടിച്ചില്ലായിരുന്നു, ഓൾ ഔട്ടായി. പിന്നെ രണ്ടാമത് ബാറ്റ് ചെയ്തപ്പോൾ 600 ചില്ലുവാൻ അങ്ങനെ അടിച്ച് കയറ്റി കളി അങ്ങോട്ട് മാറ്റി. അപ്പോൾ ചില മാച്ചുകൾ 3 or 4 days ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ 5 days കേസാണ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ. പക്ഷേ 2 innings ഉണ്ടാവും അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 or 4 day മാച്ചാണെങ്കിൽ 150 റൺസിൻ്റെ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് ഫോളോ ഓണിൻ്റെ കേസ് പറയുന്നത്. പിന്നെ 2 day മാച്ചാണെങ്കിൽ 100 റൺസും 1 day മാച്ചാണെങ്കിൽ 75 റൺസിൻ്റെ ലീഡുള്ളപ്പോഴാണ് ഫോളോ ഓൺ പറയുന്നത്. അപ്പോൾ ക്യാപ്റ്റനാണിത് നോട്ടിഫൈ ചെയ്യുന്നത്. ബാറ്റിംഗ് ടീം ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം ക്യാപ്റ്റൻ അവർക്കായിരിക്കുമല്ലോ ലീഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ഓപ്പോസിങ് ക്യാപ്റ്റനോട് പറയും നിങ്ങൾ ഫോളോ ഓൺ ചെയ്യുന്നത്. എന്നിട്ട് അമ്പയറിനോടും പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറയും. നോട്ടിഫൈ ചെയ്ത ശേഷം ഡിസിഷൻ മാറ്റാൻ പറ്റില്ല, അതൊരു കാര്യം. ഫസ്റ്റ് ഡേയ്സ് പ്ലേ ലോസ്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നല്ല. ഇപ്പോൾ 5 ദിവസത്തെ ടെസ്റ്റ് മാച്ച് ഒരു ദിവസം അങ്ങനെ മഴ കാരണം നടന്നില്ല, ബാക്കി 4 ദിവസമൊക്കെ നടന്നാലോ. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ട്, ഇഫ് നോ പ്ലേ ടേക്സ് പ്ലേസ് on the first day of the match of more than 1 day's duration, 14.1 shall apply in accordance with the number of days remaining from the start of the play. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 14.1 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 150 റൺസ് 3-6 ദിവസമാണെങ്കിൽ 100 റൺസ്. ആ ഒരു ഫോളോവിന് വേണ്ട ഗ്യാപ്പ് അല്ലെങ്കിൽ റൺ ഡിഫറൻസ് എത്രയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്ന് തുടങ്ങി അന്നത്തേന് ശേഷം ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ എന്നാണോ പ്ലേ തുടങ്ങുന്നത് ആ ദിവസമാണ് ഇതിൻ്റെ സ്റ്റാർട്ടായിട്ട് കൂട്ടുന്നത്. ഇപ്പോൾ 5 ദിവസമുള്ള കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ഒന്നും ചെയ്തില്ല, രണ്ടാമത്തെ ദിവസം കൊണ്ട് ഫസ്റ്റ് കളി തുടങ്ങണമെങ്കിൽ ആ ദിവസം തൊട്ട് പിന്നെ 4 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഡേ മഴ, സെക്കൻഡ് ഡേ ഒരു ഉച്ചവരെ മഴ, അതിൻ്റെ ഉച്ചയ്ക്ക് കളി തുടങ്ങണമെങ്കിലും അത് രണ്ടാമത്തെ ദിവസം ആണ് പകുതി വെച്ചാണ് തുടങ്ങിയെങ്കിലും അത് ഫുൾ ഡേ ആയിട്ട് കൂട്ടുന്നത്. അന്ന് തൊട്ട് 4 ദിവസം അങ്ങനെ ആലോചിക്കേണ്ടി വരും.